ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് കേരളത്തിലെ ജനങ്ങളെ 3141 കോടി രൂപ പറ്റിച്ചു എന്നാണ്. ഈ കേസ് ഇന്ന് സർക്കാർ CBI കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വളരെ പെട്ടെന്നാണ് മുഖ്യമന്ത്രി ആ തീരുമാനം എടുത്തത്. 3141 കോടിയുടെ തട്ടിപ്പാണ് ഹൈറിച്ച് ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പേരിൽ അതിൻ്റെ ഉടമസ്ഥരായ പ്രതാപനും ഭാര്യ കമ്പനി സിഇഒയുമായ ശ്രീനയും കൂടി നടത്തിയത്. കേരളത്തിൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് ആദ്യമായിട്ടാണ്. ഇന്ത്യയിലും വളരെ ചുരുക്കം ചില തട്ടിപ്പുകളിലെ എമൗണ്ട് ഇത്രയൊക്കെ വന്നിട്ടുള്ളൂ. ഓൺലൈൻ വഴി പലചരക്ക് സാധനങ്ങൾ വിറ്റ് നിങ്ങൾക്ക് മുതലിൻ്റെ അത്രയും പലിശ ആയിട്ട് കിട്ടും എന്നായിരുന്നു വാഗ്ദാനം. അങ്ങനെ ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്നത് പ്രൊവിഷൻ ഉൾപ്പെടെ പലചരക്ക് സാധനങ്ങളും വിറ്റ് അതിൽ നിന്ന് ലാഭം എടുത്ത് നിങ്ങളുടെ പണം തരുമെന്ന് ഇതൊക്കെ വിശ്വസിക്കുന്ന മണ്ടന്മാർ ധാരാളം പേരുണ്ട്. പണം അവിടെ കുന്നുപോലെ വന്നു ചേർന്നു. അതിൻ്റെ തട്ടിപ്പിൻ്റെ സ്വഭാവം, നിങ്ങൾ 1 ലക്ഷം രൂപ അവിടെ ഇട്ടാൽ വലിയ ലാഭം കമ്പനിയിൽ നിന്ന് കിട്ടുന്നു. ഇട്ടൊരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് ഒരു 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അടുത്ത മാസം വീണ്ടും ഒരു 10,000 രൂപ വരും. 3-ാം മാസം നമ്മൾ 1 ലക്ഷം ഇട്ടെടുത്ത് 5 ലക്ഷം കൂടെ കൊണ്ടുപോയിടും. ഭാര്യയുടെ മക്കളുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് 5 ലക്ഷം കൂടെ കൊണ്ടുപോയിടും. 5 ലക്ഷം ഇട്ട് കഴിയുമ്പം ആദ്യത്തെ 1 ലക്ഷത്തിൻ്റെ ഏകദേശം 20,000 രൂപ നിങ്ങൾക്ക് കിട്ടി. വീണ്ടും അതിലൊരു 10 രൂപ വരും. 5 ലക്ഷം ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 50,000 രൂപ പലിശ വരും. 5 ലക്ഷം ഇട്ടാൽ ആ 2 or 3 പ്രാവശ്യം ചിലപ്പോൾ ആദ്യം പണം ഇട്ട ഉടനെ വലിയൊരു തുക വരും. പിന്നാലെ ഒരു 35,000 ആവും. ബിസിനസ് ഈ മാസം പലചരക്ക് കച്ചവടം കുറവ്. അതിൻ്റെ അടുത്ത മാസം ചിലപ്പം ഒരു 40. എന്തായാലും 5 ലക്ഷം മുടക്കുന്ന ഒരാളിന് 2 ലക്ഷം രൂപ പല പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടും. മുതലവിടെ നിൽക്കുകയാണ്. ആ പണം പലിശ അല്ലെങ്കിൽ ആ പണം പലചരക്ക് സാധനം വിറ്റതിൻ്റെ പുറത്ത് കിട്ടിയ ലാഭമാണ്. ലോകത്തിൽ ഇങ്ങനെ ഒരു ബിസിനസ് നമ്മൾ കണ്ടിട്ടില്ല. 10% കൂടി വന്ന ഏത് ബിസിനസ്സിലായാലും ശരി, 8%, 10%, 15 വരെ പിടിച്ചോളൂ. അതിൽ കൂടുതലൊന്നും ആർക്കും ഇതുവരെ ലോകത്തിലൊരു ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ബിസിനസ്സുകളില്ല. ഏത് പ്രസ്ഥാനം എത്ര 1000 കോടി രൂപയുടെ ബിസിനസ് ആയാലും ശരി, അത് 10%, 15% ലാഭം. അതിൽ കൂടുതൽ വരുന്ന ലാഭങ്ങളും മുതലിൻ്റെ അത്രയും വരുന്ന വെട്ടിപ്പും തട്ടിപ്പും ആരെയെങ്കിലും വെട്ടിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. ഓൺലൈൻ വഴി ഇങ്ങനൊരു കച്ചവടം ഇത്ര വലിയ ലാഭം ഉണ്ടാക്കിയെന്ന് വിശ്വസിപ്പിക്കാൻ ഇവരെ യൂട്യൂബിൽ ഇവരുടെ തന്നെ ആ പണം കിട്ടിയവരുടെ സംഘടനയെന്ന് പറഞ്ഞ് അവരും യൂട്യൂബിലൂടെ ഇവരെ പുകഴ്ത്തി ഇവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് 1-2 എണ്ണം ഇവരെ ഇകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ 100 കണക്കിന് യൂട്യൂബേഴ്സ് രംഗത്ത് വന്ന് അവർ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്ന ആൾക്കാരാണ്. അവർ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ, കമ്പനിയുടെ ഗുണഗണങ്ങൾ പറഞ്ഞ് കൂടുതൽ ആൾക്കാരെ വശീകരിച്ച് കമ്പനിയോട്ട് പണം നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് 1141 കോടിയുടെ കണ്ടെത്തൽ. ഇതിനെ തുടക്കത്തിൽ ഇത് പിന്നീട് പണം വരവ് കുറഞ്ഞപ്പം ആൾക്കാർക്ക് പറ്റിയിട്ടാണെന്ന് പറഞ്ഞു. 1 ലക്ഷം ഇട്ടവർക്ക് 10-30,000 കൂടുതൽ പിന്നെ പണം വരുന്നില്ല. പിന്നെ ഒരു 2,000, പിന്നെ ഒരു 5,000. ഇതൊക്കെ വളരെ സംഘടിതമായിട്ടാണ്. വളരെ ഇത് മോണിറ്റർ ചെയ്യാനുള്ള പ്രത്യേക ആൾ സംഘം അവിടെയുണ്ട്. അവർ വിദേശത്തേക്ക് ഒരു 100 കോടി രൂപയുടെ ഹവാല പണം ഇവിടെ കൂടിക്കഴിഞ്ഞപ്പം വിദേശത്തേക്ക് പണം അയക്കാൻ തുടങ്ങി. ED ഹവാല പണം ഒരു 100 കോടി വിദേശത്തേക്ക് പോയി എന്നാണ് അവർ കണ്ടെത്തി കഴിഞ്ഞു. ED അന്വേഷണം തുടങ്ങി. ED അന്വേഷണത്തിന് മുമ്പ് കേരളത്തിലെ 19ഓളം പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. അതിന് ഇവർ ചിലയിടത്ത് ജാമ്യം സംഘടിപ്പിച്ചു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ അവർ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അവരുടെ കണ്ടെത്തൽ 1630 കോടി രൂപയോളം അവർ ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ട് എന്നാണ് ചേർപ്പ് പോലീസിൻ്റെ കണ്ടെത്തൽ. അതിനുശേഷം EDയുടെ രംഗപ്രവേശനത്തോടു കൂടി ഇവർ പകച്ചു. അതിന് തൊട്ട് മുമ്പ് ഇവർ ചില കേസുകൾക്കൊക്കെ ജാമ്യം സംഘടിപ്പിച്ച്
കേസുകളിലെ പരാതി കൊടുക്കുന്നവരുടെ പൈസ കൊടുത്ത് ഊരാനും, അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് നടത്തുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ കൊടുക്കാനാണെന്ന് പറഞ്ഞ് 5 കോടി രൂപ ഇവർ കളക്ട് ചെയ്ത് അങ്ങനെ കൊടുത്തു എന്നുള്ള ചില വാർത്തകളൊക്കെ ചാനലിൽ കൂടെയൊക്കെ വന്നു. അത് കണ്ടതോടുകൂടി ഇ ഡി രംഗത്ത് വന്ന് ഇവരുടെ ഓഫീസ് റെയ്ഡ് ചെയ്തു. റെയ്ഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ഇവർ രണ്ടുപേരും തപ്പിച്ച്, പ്രതാപനും ഭാര്യ ശ്രീനെയും അവിടുന്ന് തപ്പിച്ചു പോയി. കേരള പോലീസ് ഈ കേസിൻ്റെ അന്വേഷണം തുടങ്ങിയപ്പം പല പോലീസ് സ്റ്റേഷനിൽ തുടങ്ങിയതുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഈ കേസിൻ്റെ അന്വേഷണം മുഴുവൻ ഏറ്റെടുത്തിരുന്നു. തുടക്കത്തിലെ നമ്മൾ എന്നെപ്പോലെയുള്ളവർ പറയുകയുണ്ടായി, കാരണം ബട്ട്സ് നിയമം അനുസരിച്ച് ഇവർ എവിടെയൊക്കെ സ്വത്ത് വാരിക്കൂട്ടിയിട്ടുണ്ടോ അത് ഫ്രീസ് ചെയ്യണം, അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൈക്കലാക്കണം. എത്തൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ആ ബാങ്കിലെ മുഴുവൻ അക്കൗണ്ട് മരവിപ്പിച്ച് അത് ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിലാക്കണം. എവിടെയൊക്കെ സ്വത്ത് വാങ്ങിച്ചിട്ട് അത് വിൽക്കാൻ കഴിയാതെ ആ സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചെടുക്കണം. അതാണ് ബട്ട്സ് നിയമങ്ങൾ. ആ നിയമത്തിൻ്റെ പരിധിയിൽ പ്രവർത്തിക്കാൻ കേരള പോലീസ് തുടങ്ങി. ഏതായാലും മുഖ്യമന്ത്രിയുടെ തീരുമാനം വളരെ ക്വിക്കായിട്ട് എടുത്തു. ഇത് CBIക്ക് വിടുന്നതാണ് നല്ലത്, പോലീസിന് ഇത് പ്രശ്നമാകും. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് 5 കോടി രൂപ കളക്ട് ചെയ്യാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നു. അതോടുകൂടി മുഖ്യമന്ത്രി വളരെ ക്വിക്കായിട്ടൊരു തീരുമാനം എടുത്ത് ഇത് CBIക്ക് കൈമാറി. ഈ ഒരു എക്കണോമിക് ഒഫൻസ് വിങ്ങിലെ, സാമ്പത്തിക കുറ്റാന്വേഷണ വിങ്ങിലെ ഒരു DYSP ഈ ഓർഡറുമായിട്ട് ഉടൻ ഡൽഹിക്ക് പോകാൻ പറഞ്ഞു. പേഴ്സണൽ മന്ത്രാലയത്തിൽ ഇത് കൊണ്ടുപോയി പെർഫോമ സഹിതം കൊടുക്കണം, ഗവൺമെൻറ് ഉത്തരവിൻ്റെ കോപ്പി കൊടുക്കണം. പെട്ടെന്ന് അത് CBI ഡയറക്ടർക്ക് കൊടുത്ത് ഡയറക്ടർ അതിൻ്റെ യെസ് ഓർ നോ പറയും. അന്വേഷണം വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകും. നമുക്ക് സിദ്ധാർത്ഥൻ്റെ കേസിനെ പോലെ പറ്റരുത് എന്ന് കരുതിയിട്ടായിരിക്കാം ഈ DYSPയെ ഡൽഹിക്ക് ഈ റെക്കോർഡും ഗവൺമെൻറ് ഉത്തരവുമായിട്ട് ഉടൻ തന്നെ ഡൽഹിക്ക് പോകാൻ ഉത്തരവുണ്ടായത്. ഇത് ഐറിച്ച് പോലെയുള്ള ഒരു തട്ടിപ്പ് കേരളം കണ്ടിട്ടില്ല. വളരെയധികം ആൾക്കാർക്ക് പണം നഷ്ടപ്പെട്ടു, പലരും മിണ്ടാതിരിക്കുന്നു. പലർക്കും പണം കൊടുത്തിട്ട് ഒരു 20% 30% കിട്ടിയിട്ടുണ്ട്, ബാക്കി പോയി. അതാണ് ആ തട്ടിപ്പിൻ്റെ ഒരു 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 വശം എന്ന് പറയുന്നത്. അതാണ്, നിങ്ങൾക്ക് എത്ര കോടി കൊടുത്താലും ഒരു 20-30% പലിശയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരും. നിങ്ങൾ വിചാരിക്കും മുതൽ അവിടെ നിൽക്കുകയാണെന്ന്. പിന്നെ ഇവരെ കാണാനും ഒക്കില്ല, ഇവരിൽ നിന്നുള്ള വരവും നിൽക്കും. അങ്ങനെ ധാരാളം പേര് പറ്റിക്കപ്പെടുന്ന ആൾക്കാർ കൂടുന്തോറും ഇവർ യൂട്യൂബുകളിൽ ഇത് പ്രൊമോട്ട് ചെയ്യാൻ ഇതൊന്നും പറ്റിയില്ല. പല ശത്രുക്കളും ഇതിൻ്റെ വളർച്ച കണ്ടിട്ടുള്ള ചില ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാനായിട്ട് യൂട്യൂബിൽ വളരെയധികം അവർ എംപ്ലോയീസിനെയും വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ തട്ടിപ്പിൻ്റെ രംഗം. ഏതായാലും ഐറിച്ച് കമ്പനിയുടെ തട്ടിപ്പ്, അത് വിധേയമായവർക്ക് പലർക്കും പണം പോവും, പലരും പരാതി പറയാൻ തയ്യാറല്ല. എങ്കിലും CBI രംഗത്ത് വനിക്കുന്നു. 3141 കോടി രൂപയുടെ സംസ്ഥാനത്ത് നിന്ന് തട്ടിച്ച് കൊണ്ടുപോയവരാണ് ഐറിച്ചിലെ ഉടമകൾ 2 പേരും, ഭാര്യയും ഭർത്താവും, പ്രതാപനും ശ്രീനെയും. ഏതായാലും അവർ അറസ്റ്റിന് തടയിടാൻ വേണ്ടി മുൻകൂർ ജാമ്യത്തിൽ ശ്രമിച്ചു, അത് നടന്നില്ല. ED രംഗത്ത് വന്നു. ഇപ്പം CBI രംഗത്ത് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ കേരളത്തിൽ ധാരാളം പേരുണ്ട്. ഇവരെ പ്രാഥമികമായി തന്നെ അറസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് അവരുടെ മരണം വരെ ജയിലിൽ തന്നെ കിടക്കണം. അതുപോലെ കേസുകൾ വരും, അതുപോലെ ശിക്ഷയും വരും. ഏതായാലും പണം നഷ്ടപ്പെട്ടവർക്ക് അത് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അധികം പ്രോപ്പർട്ടി ഇവർ വലിച്ചു വാരി കൂട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. ഈ പണം മുഴുവൻ വിദേശത്തേക്ക് കടത്തിയോ, ഏതൊക്കെ രീതിയിൽ പണം കടത്തി, അത് തന്നെ ഇതിൻ്റെ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് ധാരാളമായിട്ടുണ്ടാവും. ഇവരുടെ പ്രൊമോഷൻ, അതിൻ്റെ പരസ്യം, അതുപോലെ 100 കണക്കിന് ആളെ എംപ്ലോയീസിനെ വെച്ചിട്ട് ഇത് തട്ടിപ്പല്ല എന്ന് പറയും യൂട്യൂബിൽ കൂടെയുള്ള അവരുടെ പ്രക്ഷേപണങ്ങൾ, അതുപോലെ ചെറിയ രീതിയിലുള്ള കുറച്ച് കച്ചവടം. എവിടെയാണ്, ഏത് ഇന്ത്യയിലാണ് അല്ലെ ഏത് സംസ്ഥാനത്താണ് ഈ നമ്മുടെ പലചരക്ക് സാധനങ്ങൾ വിറ്റ് ഒരു 10% കൂടുതൽ ലാഭം കിട്ടിയെന്ന് എനിക്കറിയില്ല. ഏതായാലും അതിലേക്ക് ജനങ്ങൾ വീണു, വലിയ തട്ടിപ്പിന് വിധേയമായി. ഇപ്പം ED രംഗത്തിനൊപ്പം CBI രംഗത്ത് വന്നു കഴിഞ്ഞു.